ചെഞ്ഞിട്ടമ്മ ബീഫ് ഒന്നെന്ന് ചെഞ്ഞിട്ടമ്മ ആദ്യത്തെ ഘട്ടം ഘട്ടം എന്ന് ചെഞ്ഞിട്ട ഒരു പർട്ടിക്കുലർ ടൈം, കുറച്ച് കാലയളവിനെയാണ് ഘട്ടം എന്ന് പറയുന്നത്. കഥ പറയട്ടെ, കണ്ണടിച്ചിരുന്നോ? ദ ഫോക്സ് വിത്തൗട്ട് എ ടെയിൽ, അതായത് ഒരു കുറുക്കൻ കണ്ടോ, വാലില്ലാത്ത ഒരു കുറുക്കൻ്റെ കഥയാണ് നമ്മ പറഞ്ഞു തരുന്നത്. A fox once fell into a trap and after a struggle managed to get free but with the loss of his tail. ഒരു കാലത്ത് ഒരു കുറുക്കൻ വല്ലാത്തൊരു തല്ലുകൂട്ടത്തിലേർപ്പെട്ടു. തല്ലുകൂട്ടം അറിയില്ലേ? വഴക്കുണ്ടാക്കി, സ്ട്രഗിൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെയോ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ അതിൽ നിന്ന് പുറത്തു വന്നു. അവൻ അതിൽ നിന്ന് മോചിതനായി. പക്ഷെ അവന് എന്ത് സംഭവിച്ചു? ആ തല്ലുകൂട്ടത്തിൽ അവൻ്റെ വാല് പോയി, ടെയില് ലോസായി. He was then so much ashamed of his appearance that he thought life was not worth living unless he could persuade the other foxes to part with their tails also and thus divert attention from his own loss. അപ്പോൾ അവൻ എന്തായി? ഈ വാല് പോയി കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര നാണക്കേടായി. അവൻ്റെ അപ്പിയറൻസിൽ, അവൻ്റെ രൂപത്തിൽ അവന് ഭയങ്കര നാണക്കേട് വന്നു. അപ്പോൾ അവൻ വിചാരിച്ചു, ദൈവമേ, ജീവിക്കുന്നതിൽ ഒരർത്ഥം ഇല്ല, ജീവിതം ഭയങ്കര മോശമായില്ലോ, വാലും പോയി, ഇനി ജീവിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനൊരു ഐഡിയ തോന്നി. എങ്ങനെയെങ്കിലും വാല് ഇങ്ങനെ ചുണ്ണണം, അല്ലല്ലല്ല, എങ്ങനെയെങ്കിലും മറ്റുള്ള ഫോക്സസിനെ പെർസ്യൂഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അനുനയിപ്പിച്ച് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചിട്ട് അവരുടെ ടെയിലും കൂടി അവനെ നഷ്ടപ്പെടുത്താം. അവരുടെ ടെയിലും കൂടി നഷ്ടപ്പെടുത്തിയിട്ട് അവൻ്റെ ആ നഷ്ടത്തിൽ നിന്ന് അവൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാം. എല്ലാവരുടെയും ടെയില് പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമാധാനിക്കാമല്ലോ. അങ്ങനത്തെ ഒരു ഐഡിയ ആണ് അവന് തോന്നിയത്. മറ്റുള്ളവരെ ഫോക്സസിൻ്റെ ഒക്കെ ടെയില് എങ്ങനെയും അവരോടൊക്കെ പറഞ്ഞിട്ട് നശിപ്പിച്ചിട്ട് ഇവനെ പോലെ അവരെ ആക്കാം. അപ്പോൾ ഇവൻ്റെ മേത്ത് കൂടുതൽ ആരും ശ്രദ്ധിക്കില്ലല്ലോ. ഇവനിപ്പോൾ വാലില്ലാത്ത കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കില്ലേ? എല്ലാവരും വാല് പോയി കഴിഞ്ഞാൽ എല്ലാവരും തുല്യരായില്ലേ? മനസ്സിലായില്ലേ? So he called a meeting of all the foxes and advised them to cut off their tails. അപ്പോൾ അവൻ എന്ത് ചെയ്തു? എല്ലാ ഫോക്സസിനെയും, ആ കാട്ടിലുള്ള എല്ലാ ഫോക്സസിനെയും വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗ് നടത്തി അതിലവൻ ഉന്നയിച്ചത് അല്ലെങ്കിൽ അവൻ ഉപദേശിച്ചത് എന്തായിരുന്നു? നിങ്ങളുടെ വാലൊക്കെ മുറിച്ച് കളയാൻ, കട്ട് ഓഫ് ദെയർ ടീൽസ്. ദേ ആർ ugly things anyhow, is it? And besides they were heavy and it's tiresome to be always carrying them about with you. അതായത് ഇത് ആവശ്യമില്ലാത്തൊരു വൃത്തികെട്ടൊരു സാധനം ഈ വാല് എന്ന് പറയുന്ന സാധനം. അവൻ അവരോട് പറഞ്ഞ കാര്യമാണ്, വൃത്തികെട്ടൊരു സാധനമാണ് ഈ വാല് എന്ന് പറയുന്നത്. അത് വല്ലാത്തൊരു ഭാരമാണ് ശരീരത്തിന് കൊടുക്കുന്നത്. അതിങ്ങനെ ചുമന്നുകൊണ്ട് എല്ലായിടത്തിലും പോകാമെന്ന് പറഞ്ഞാൽ അത് ടയർസം, ഭയങ്കര ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് എല്ലായ്പ്പോഴും ഇങ്ങനെ ചുമന്നുകൊണ്ട്, അവൻ്റെ സൂത്രം കണ്ടോ, ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫോക്സിനെ ഈ കഥയിൽ വെച്ചേക്കണം. അതെ, ഫോക്സിനെ. അപ്പോൾ ബട്ട് വൺ ഓഫ് ദ അതർ ഫോക്സസ് സെഡ്, മൈ ഫ്രണ്ട്, വേറൊരു കുറുക്കൻ, അതിൽ ബുദ്ധിയുള്ള ഒരു കുറുക്കൻ ചോദിച്ചു, my friend, if you had not lost your own tail, you wouldn't be so keen on getting us to cut off ours. അതായത് എൻ്റെ പ്രിയ കൂട്ടുകാരാ, നിനക്ക് ഈ വാല നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ, നീ ഇത്രയും ജ്വരം കാണിക്കുമോ, നീ ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുമോ ഞങ്ങളുടെയും കൂടി വാല് കട്ട് ചെയ്യാൻ? അല്ലേ? അത് നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ അവൻ മറ്റുള്ളവരോടും കട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആ കൂട്ടുകാരൻ എന്താ ചോദിച്ചത്? അതർ ഫോക്സ് എന്താ ചോദിച്ചത്? കൂട്ടുകാരാ, നിന്റെ ഈ വാല് നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ നീ ഞങ്ങളുടെ വാല് മുറിക്കാൻ ആവശ്യപ്പെടുമായിരുന്നോ? ഒരാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണം എന്ന് അവരോട് പറയുമായിരുന്നോ? മനസ്സിലായോ? അപ്പോൾ
അതിൻ്റെ ഗുണപാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിവെയർ ഓഫ് ദോസ് ഹു വിഷ് ടു ബ്രിങ് യു ഡൗൺ നോട്ട് അപ്പ്. അപ്പൊ മറ്റേ ഫോക്സിനൊക്കെ മനസ്സിലായി. മനസ്സിലാക്കി, ഇവൻ കള്ളനാന്ന്. ഇവൻ അവരെ ഡൗൺ ചെയ്യാൻ, അവരുടെ കോൺഫിഡൻസിനെ കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ വാല് മുറിക്കാൻ പറയാണ്. അപ്പോൾ ബിവെയർ ഓഫ് ദോസ് ഹു വിഷ് ടു ബ്രിങ് യു ഡൗൺ നോട്ട് അപ്പ്. നമ്മൾ ഉയർത്തുന്നവരല്ലാതെ നമ്മളെ താഴ്ത്തുന്നവരെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ കരുതിയിരിക്കേണ്ടത് ആരെയാണ്? വിഷ് ടു ബ്രിങ് യു ഡൗൺ, നിങ്ങളെ താഴ്ത്താൻ ഉദ്ദേശിക്കുന്നവരെ. നോട്ട് അപ്പ്, ഉയർത്താൻ ശ്രമിക്കുന്നവരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ കഥ മനസ്സിലായല്ലോ? മനസ്സിലായി. The fox without a tail. Good night.